ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏതാണ് പാഠഭാഗം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കേരള പാഠാവലിയാണ് നിങ്ങൾ ആവശ്യപ്പെട്ട നമ്മളുടെ പാഠഭാഗമാണ്. കഥകൾ അതിമോഹനം എന്ന് പറയുന്ന നമ്മളുടെ ആദ്യത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകതകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് മഹാഭാരതം എന്താണ് എന്ന് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. കാരണം മഹാഭാരതത്തിലുള്ളൊരു സന്ദർഭമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വിശകലനം ചെയ്യുന്നത്. അപ്പൊ എന്താ ഇപ്പൊ മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ ഇപ്പൊ മഹാഭാരത രാമായണമൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം തോന്നാം, അല്ലെ? അപ്പൊ എന്തിനാ നമ്മളത് പഠിക്കുന്നത്? എന്താണ് ആക്ച്വലി മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാഭാരതം ഒരു യുദ്ധവർണ്ണനയാണ് ആക്ച്വലി, അല്ലെ? ഒരു യുദ്ധ കഥയാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലിയാണ്. ഒരു ഫാമിലി അല്ലെ, നമ്മളിപ്പോ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് അതൊരു ഹൊററാണ്, അല്ലെങ്കിൽ ക്രൈം ത്രില്ലറാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇതൊരു കുടുംബപരമായിട്ടുള്ള അല്ലെ, ഒരു വഴക്കിന്റെ അല്ലെങ്കിൽ കുറച്ച് കുടുംബക്കാരുടെ കഥയാണ് ഇത് മഹാഭാരതം. ടീച്ചർ തമാശയായിട്ട് പറയുന്നത് നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ആരൊക്കെയാണ് ഈ കുടുംബക്കാർ നമുക്ക് നോക്കാം. ഇവരില് എന്താ പറയാ, പാണ്ഡവരും ഉണ്ട്, കൗരവരും ഉണ്ട്. ആരൊക്കെയുണ്ട്? പാണ്ഡവരുണ്ട്, കൗരവരുണ്ട്. അപ്പൊ ആരാണ് പാണ്ഡവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാണ്ഡവർ പാണ്ഡു എന്ന് പറയുന്ന ആളുടെ മക്കളാണ് പാണ്ഡവർ, അല്ലെ? പഞ്ചപാണ്ഡവർ 5 പേരാണ്, അല്ലെ? ആരൊക്കെ ഉണ്ടായിരുന്നു? യുധിഷ്ഠിരനുണ്ട്, ഭീമനുണ്ട്, അർജുനനുണ്ട്, നകുലനുണ്ട്, സഹദേവനുണ്ട്. ഇവർ 5 പേരാണ് പഞ്ചപാണ്ഡവർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, പാണ്ഡുവിന്റെ മക്കളാണ്. പാണ്ഡുവിന്റെ സഹോദരനായിട്ടുള്ള ധൃതരാഷ്ട്ര, കണ്ണ് കാണാത്ത ഒരാളില്ലേ മഹാഭാരതത്തിൽ? നിങ്ങൾ കാർട്ടൂണൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ചിലർക്ക് അറിയാമായിരിക്കും, ടീച്ചറെക്കാൾ നന്നായിട്ട് കഥ അറിയുന്ന ആളുകളുണ്ടായിരിക്കും. ഒരു ധാരണ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ടീച്ചർ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ധൃതരാഷ്ട്രയുടെ സഹോദരനാണ് പാണ്ഡു. ഈ ധൃതരാഷ്ട്രക്ക് 101 മക്കളാണ് കേട്ടോ. അവരാണ് കൗരവർ അറിയപ്പെടുന്നത്. 100 ആൺകുട്ടികളും ദുശ്ശള എന്ന പേരായിട്ടുള്ള ഒരു സഹോദരിയുമാണ്. അപ്പൊ അതിൽ മൂത്ത ആളാണ് ദുര്യോധനാണ് രാജാവായിട്ടുള്ളതെന്നൊക്കെ നമുക്കറിയാം. അപ്പോ ഈ ഏട്ടാനിയന്മാര് അല്ലെങ്കിൽ ഈ സഹോദരങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധം, അതായത് രാജ്യത്തിന് വേണ്ടി ഇവർ തമ്മിൽ നടത്തുന്ന യുദ്ധത്തെയാണ് മഹാഭാരതം, അല്ലെ? മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് 18 ദിവസം നീണ്ടു നിന്നൊരു യുദ്ധമായിരുന്നു മഹാഭാരത യുദ്ധം. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മളുടെ കവിതയ്ക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെ, അതിന് വേണ്ട ബാക്ക് സ്റ്റോറീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ എന്താണ് മഹാഭാരത യുദ്ധം? 18 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ്. അപ്പൊ നമ്മൾ എല്ലാ യുദ്ധങ്ങളും തുടങ്ങുന്ന സമയത്ത് കുറെ കരാറുകളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കരാറുകളൊക്കെ കൂടെയാണ് യുദ്ധം തുടങ്ങുന്നത്, അല്ലെ? എല്ലാ തരത്തിലുള്ള അക്ഷൗഹിണി പട മുതൽ ഭയങ്കരമായിട്ടുള്ള വമ്പൻ സെറ്റപ്പ് ഉള്ള ഭാഗമാണ്. ഭയങ്കരമായിട്ടുള്ള ആളുകൾ, മഹാരഥന്മാര്, ദ്രോണാചാര്യരെ പോലെ അല്ലെങ്കിൽ ഭീഷ്മരെ പോലെയുള്ള ആളുകൾ, കർണനെ പോലെയുള്ള ആളുകളൊക്കെ കൂടുതലുള്ളത് എവിടെയാണ്? കൗരവരുടെ പക്ഷത്താണ്. എങ്കിലും യുദ്ധത്തിന്റെ അവസാനം കൗരവരാണ് തോറ്റു പോകുന്നത്. അപ്പൊ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്, അല്ലെ? ധർമ്മയുദ്ധമാണോ അധർമ്മ യുദ്ധമാണോ എന്നൊക്കെ ഉള്ളത് പിന്നീട് നിങ്ങൾ കുറച്ചുകൂടെ വലുതാൻ സമയത്ത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു മഹാഭാരത യുദ്ധം, അല്ലെ, 18 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. അപ്പൊ കൗരവരും പാണ്ഡവരും ഫാമിലിയാണ്. ഫാമിലി ഇഷ്യൂ ആണ്. അച്ഛന്റെ ജ്യേഷ്ഠാനുജന്മാരുടെ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. എങ്ങനെയൊക്കെ അച്ഛന്റെ ഏട്ടന്റെ മക്കളും അനിയന്റെ മക്കളും തമ്മിലുള്ള കുടുംബ പ്രശ്നം. നമ്മളൊക്കെ വീട്ടിലിപ്പോ കസിൻസ് ഒക്കെ തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ലേ? നമ്മളൊക്കെ വീട്ടിൽ എന്തിനാ പ്രശ്നം ഉണ്ടാവുക? ജ്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടുതലാണോ കുറവാണോ നമ്മൾ തൂക്കി നോക്കും. പപ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തൂക്കി, എല്ലാ വീട്ടിലും അടി ഉണ്ടാവും, അല്ലെ? ഇവിടെ അടി ഉണ്ടാവുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥലത്തിന്, രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വഴക്കുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആ യുദ്ധമാണ് മഹാഭാരത യുദ്ധം. അപ്പൊ നമ്മളുടെ കവിതാഭാഗം എന്ന് പറയുന്നത് ഈ എന്താ പറയാ, മഹാഭാരതം, അല്ലെ, ഇതിഹാസമാണ്. നമുക്കറിയാലോ, ലോക സാഹിത്യത്തിൽ നമ്മൾ ലോകത്തിലെ 4 ഇതിഹാസങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതിഹാസങ്ങള്. അതില് 2 ആർക്ക് സ്വന്തമാണ്? നമ്മൾ ഭാരതീയർ, അല്ലെ, ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ടുള്ളതാണ്. ഏതാണ്? മഹാഭാരതവും രാമായണവും. അപ്പൊ നമ്മൾ ഇതിനെ എന്തായിട്ടാ നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ ടീച്ചർ പറയാറുണ്ട്, നമ്മൾ പഠിക്കുന്ന കുട്ടികൾ നമ്മൾ മഹാഭാരതവും രാമായണമൊക്കെ പഠിക്കാനുണ്ടാകുമ്പോൾ നമ്മൾ അതിനെ കാണേണ്ടത് എങ്ങനെയാണ്? അതൊരു പ്യുവർ ലിറ്ററേച്ചർ ആയിട്ട്, സാഹിത്യകൃതിയായിട്ട് വേണം നമ്മൾ അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവാം, ഭക്തിയോടെ കാണുന്ന, അല്ലെ, അതൊക്കെ ഉള്ളവരുണ്ടാവാം. നമ്മൾ എന്തായിട്ട് അതിനെ കണ്ടത്? ലിറ്ററേച്ചർ ആയിട്ട്, സാഹിത്യമായിട്ട്, അല്ലെ? ലോകത്ത് തന്നെ എന്താ പറയാ, 4 ഇതിഹാസങ്ങൾ, എപ്പിക്കുകളാണ് നമുക്കുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ഏതാണ്? മഹാഭാരതവും രാമായണമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹിത്യകൃതിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രാധാന്യമാണ്, ഒരു ലിറ്ററേച്ചർ, അല്ലെ, എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പൊ സഹോദരന്മാരുടെ മക്കള് രാജ്യ അധികാരത്തിന് വേണ്ടി നടത്തിയ കൊടിയ യുദ്ധത്തിന്റെ കഥയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഒരിക്കലും ഒരു യുദ്ധത്തെ അങ്ങ് വർണ്ണിച്ച്, അല്ലെ, അവിടെ കൊല്ലുന്നു ഇവിടെ കൊല്ലുന്നു, അങ്ങനെ ഒരു യുദ്ധവർണ്ണനയല്ല ആക്ച്വലി മഹാഭാരതം എന്ന് പറയുന്നത്. ഏത് രാജാവായാലും, അല്ലെ, ആരായി കഴിഞ്ഞാലും യുദ്ധം എന്ന് പറയുന്നത് എന്താണ്?
ഒട്ടും നാശമാണ് അല്ലെ. ഏത് രാജാവിൻ്റെ ആയാലും ഏത് പാവപ്പെട്ടവനായാലും ഏത് മനുഷ്യനെയും ഇല്ലായ്മ ചെയ്യുന്ന, അവൻ്റെ വേര് വലിച്ചൂരുന്ന അത്രയും നാശം വിതയ്ക്കുന്ന ഒന്നാണ് യുദ്ധം എന്ന് പറയുന്ന ഒരു തിരിച്ചറിവാണ് ആക്ച്വലി എന്ത് മുന്നോട്ട് വെക്കുന്നത്, മഹാഭാരത യുദ്ധം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ആ ഒരു തിരിച്ചറിവ്, യുദ്ധത്തെ വർണ്ണിക്കുകയല്ല, യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥകളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ ഇതൊരു എസ്സേക്ക് പ്രാധാന്യമുള്ളൊരു പാഠം കൂടെയാണിത്. കാരണം നമുക്കറിയാം ലോകത്തെമ്പായിടത്തും യുദ്ധം അല്ലെ നടന്നുകൊണ്ടിരിക്കുന്ന, അതിന്റെ അലയൊഴികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ ഒരു പാഠം പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ്, സ്വാഭാവികമായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ 18 ദിവസങ്ങളിലായിട്ടാണ് ടീച്ചർ പറഞ്ഞില്ലേ മഹാഭാരതം കഥ വിവരിക്കുന്നത്. അതിലെ 6ാമത്തേത് ഭീഷ്മ പർവമാണ്. കൗരവസേനയുടെ സർവ്വസൈന്യാധിപനായിരുന്നു ആര്, ഭീഷ്മര്. അപ്പോൾ ആദ്യഘട്ടത്തിൽ എന്താണ്, ഭീഷ്മരാണ് യുദ്ധം നയിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഭീഷ്മര് എന്ത് ചെയ്യാണ്, ശിഖണ്ഡിയെ മുൻനിർത്തി പാണ്ഡവര് അല്ലെ, അർജുൻ എന്ത് ചെയ്യുന്നു, ഭീഷ്മരെ ശരശയ്യയില് അല്ലെ, ശരശയ്യയില് നമ്മള് ഏത് പാഠത്തിൽ പഠിച്ചു, ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണത്തിൽ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നല്ലോ, ശരശയ്യയും ഭീഷ്മരെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ശരശയ്യയിലാവുകയാണ് ആര്, ഈ ഭീഷ്മർക്ക് സ്വയം മരണം സ്വീകരിക്കാനുള്ളൊരു എന്താ പറയാ കഴിവുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ശരശയ്യയിൽ 18 ദിവസവും ഈ യുദ്ധത്തിന്റെ എല്ലാ ഭീകരതയും കണ്ടിട്ട് മനസ്സും അടുത്തിട്ടാണ്, ഈ ഏട്ടാനിയന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന ആ ഒരു ദുരവസ്ഥ കണ്ട് മനസ്സും അടുത്ത് പോയി, ഞാൻ അങ്ങ് പടരടങ്ങി പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ആഗ്രഹിച്ചിട്ട് മരിക്കുന്നതായിരുന്നു ആര്, ഭീഷ്മര് കേട്ടോ. അപ്പൊ അത്ര എന്താ പറയാ തീവ്രമായ ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുക. അങ്ങനെ ഭീഷ്മരുടെ പതനത്തിന് ശേഷം കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 11ാമത്തെ ദിവസം അല്ലെ, ദുര്യോധൻ രാജാവാണ്, ആകെ എന്ത് ചെയ്യാണ്, ദുഃഖിതനാവാണ്. ഭീഷ്മര് വീണു, ഇനി ആരാണ് അടുത്ത സൈന്യാധിപനാവുക. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്, കർണൻ ആരാണ്, പാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠനാണ് കേട്ടോ. കുന്തിദേവിക്ക് വിവാഹത്തിന് മുമ്പ് സൂര്യഭഗവാനിൽ ഉണ്ടാവുന്ന കുട്ടിയാണ് ആര്, കർണൻ എന്ന് പറയുന്നത്. അപ്പൊ കർണന, പക്ഷേ നിർഭാഗ്യവശാൽ കർണൻ ആരുടെ പക്ഷത്താണ്, ദുര്യോധന്റെ സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ദുര്യോധന്റെ പക്ഷത്താണ് കർണൻ ഉള്ളത്. അപ്പൊ കർണനെ രാജാവാക്കാം അല്ലെ, അങ്ങനെ കർണനെ രാജാവാക്കാന്നല്ല സൈന്യാധിപനാക്കാം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, കർണനെ അടുത്തേക്ക് വിളിക്കാണ് ദുര്യോധനൻ അല്ലെ. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുന്നു, കൗരവപക്ഷത്തെ നയിക്കാൻ ഏവർക്കും സമ്മതനായിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടം കർണൻ തന്നെ എന്ത് ചെയ്യുന്നതാണ്, യുദ്ധം നയിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള കർണനോട് തന്നെ യുദ്ധം നയിക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ കർണൻ എന്തു പറഞ്ഞു, ഇല്ല എനിക്ക് അല്ലെ പറ്റില്ല എന്ന് വിനയപൂർവ്വം എന്ത് ചെയ്യാണ്, കർണൻ ഒരു അടിപൊളി കഥാപാത്രമാണ് കേട്ടോ. കർണൻ സൂപ്പറാണ്, ശരിക്ക് ഒരു ഹീറോ തന്നെയാണ്. ആരെന്ന് പറയുന്നത്, കവചകുണ്ഡലങ്ങളോട് കൂടിയിട്ട് ജനിച്ചിരിക്കുന്ന, പിന്നീട് സൂതപുത്രനായി വളർത്തപ്പെട്ട അല്ലെ ഒരു മകനാണ് കർണൻ. ഭയങ്കര അടിപൊളിയാണ് കർണന്റെ ക്യാരക്ടർ, ഭയങ്കര വ്യക്തിത്വമൊക്കെ ഉള്ള സൂപ്പറാണ് കേട്ടോ കർണൻ എന്ന് പറയുന്നത്. അപ്പൊ കർണൻ എന്ത് ചെയ്യാണ്, നിരസിക്കാണ്, എനിക്ക് സൈന്യാധിപനാവണ്ട അല്ലെ. അദ്ദേഹം എന്ത് പറയാണ്, സർവഗുരു അല്ലെ, ഇവരെ പാണ്ഡവരുടെയും കൗരവരുടെയും ഒക്കെ ഗുരുനാഥനായിരിക്കുന്ന ദ്രോണാചാര്യർ. ഓക്കെ, ദ്രോണാചാര്യർ എന്ത് ചെയ്യാം, അദ്ദേഹമാണ് അല്ലെ, അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ഞാനല്ല സൈന്യാധിപനാവേണ്ടത് അല്ലെ. അപ്പൊ ദ്രോണാചാര്യര് നായകത്വം ഏറ്റെടുക്കണം എന്നായിരുന്നു കർണൻ നിർദ്ദേശിച്ചത് അല്ലെ. അങ്ങനെ ദ്രോണാചാര്യരെ സേനാധിപതിയായിട്ട് അഭിഷേകം ചെയ്യാണ്. അങ്ങനെ 11 മുതൽ 15 വരെയുള്ള 5 ദിവസം ആരാണ്, ദ്രോണാചാര്യരാണ് കൗരവസേനയെ മുമ്പിൽ നിന്ന് നയിക്കുന്നത് കേട്ടോ. അങ്ങനെ മഹാഭാരത കാവ്യത്തെ 21 പർവ്വങ്ങളിലായിട്ടാണ് എഴുത്തച്ഛൻ എന്ത് ചെയ്യുന്നത്, മഹാഭാരതം എന്ന് പറയുന്ന കൃതിയെ എഴുത്തച്ഛൻ എന്ത് ചെയ്യാണ്, 21 പർവ്വങ്ങൾ ഭാഗങ്ങളാക്കി, അധ്യായങ്ങളാക്കിയിട്ടാണ് എന്താണ് മഹാഭാരതം കിളിപ്പാട്ട് എന്നുള്ള രീതിയിൽ ആരെഴുതിയത്, ആരവതരിപ്പിച്ചിട്ടുള്ളത്, എഴുത്തച്ഛൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതില് 9ാമത്തെ പർവ്വമായിട്ടുള്ള ദ്രോണ പർവ്വം, 9ാമത്തെ അധ്യായത്തെയാണ് പർവ്വം എന്ന് പറയുന്നത്. അതിൽ 9ാമത്തെ പർവ്വത്തിലാണ് ആരുടെ കഥ പറയുന്നത്, ദ്രോണാചാര്യരുടെ. ആ ദ്രോണ പർവ്വത്തിലുള്ള വരികളാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അപ്പൊ മക്കൾ ആലോചിക്കേണ്ട കാര്യം, ഒറിജിനൽ കൃതി സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട രാമായണം മഹാഭാരതമാണ്. ആ മഹാഭാരതത്തെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, അതിലുള്ള കഥകളും കാര്യങ്ങളൊക്കെ പല പല കൃതിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ എഴുത്തച്ഛൻ എന്താ ചെയ്തത്, ഇതിനെ മലയാള ഭാഷയിലേക്ക് അല്ലെ പരിഭാഷപ്പെടുത്തി, അതിനെ മലയാളം സംസ്കൃതം ഒക്കെ ഉള്ള പദങ്ങളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് എഴുത്തച്ഛനെ ഭാഷാപിതാവ് എന്നൊക്കെ വിളിക്കുന്നതിന്റെ കാരണമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ എഴുത്തച്ഛൻ എന്ത് ചെയ്യാണ്, ഇതിനെ മഹാഭാരതം കിളിപ്പാട്ട് എന്നുള്ള പേരിൽ മറ്റൊരു കൃതിയായി മാറ്റിയാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു, ഒരു കിളി അല്ലെ. എഴുത്തച്ഛൻ എന്താ ചെയ്തത്, നേരിട്ട് കഥയെ അല്ലെ രാമായണ മഹാഭാരത കഥ പറയുകയല്ല ചെയ്തത്, ഒരു കിളിയെ കൊണ്ട് പറയുന്ന രീതിയിൽ അല്ലെ. എഴുത്തച്ഛന്റെ തത്തയെ കുറിച്ച് ശാരിക്കപ്പ ഇതിലെ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പൊ തുഞ്ചൻ പറമ്പിൽ ഇപ്പോഴും എന്താണ് സ്മാരകമുള്ള സ്ഥലത്ത് ആ തുഞ്ചന്റെ തത്തയെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ തത്ത മഹാഭാരത കഥ പറയുന്നത് പോലെയാണ് അല്ലെ. കിളിപ്പാട്ട് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരാണ്, എഴുത്തച്ഛനാണ്. അപ്പൊ തമിഴിലുള്ള ഒരു രീതിയായിരുന്നു കിളിപ്പാട്ട്, കിളിയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ കൃതികൾ എഴുതുക. അപ്പൊ അതാണ് കിളിപ്പാട്ട് എന്ന് പറയുന്നത്. അപ്പൊ
ഈ മഹാഭാരത കഥയെ എഴുത്തച്ഛൻ എന്ത് ചെയ്തു, കിളിയെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, മാറ്റിയതാണ് അല്ലെ. അപ്പൊ അതാണ് മഹാഭാരതം കിളിപ്പാട്ട്. അതില് 9ാമത്തെ പർവ്വം അല്ലെ, ദ്രോണ പർവ്വത്തിലുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള നമ്മളുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കൾക്ക്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വം. അപ്പൊ ഓർക്കേണ്ട കാര്യം, നമ്മളുടെ കവിത ഏതാണ്? മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വം അല്ലെ. 9ാമത്തെ പർവ്വമാണ് കേട്ടോ. 9ാമത്തെ പർവ്വമാണ്. ഏതാണ്? ദ്രോണപർവ്വം എന്ന് പറയുന്ന പർവ്വത്തിലുള്ള വരികളാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അപ്പൊ തത്തേനെ കുറിച്ച് ടീച്ചർ പറഞ്ഞില്ലേ? അപ്പൊ ഈ തത്തയാണ് നമ്മളുടെ സൂപ്പർ തത്ത കേട്ടോ. തത്ത ഒരു അടിപൊളി തത്തയാണ്. അപ്പൊ ഈ തത്ത പാടുന്ന പോലെ, തത്ത കഥ പറയുന്ന പോലെ, രാമായണം ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, സോറി കേട്ടോ. മഹാഭാരത കഥ പറയുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അല്ലെ പാഠഭാഗം പോകുന്നത് കേട്ടോ. അപ്പോ ഇതിന്റെ തുടക്കത്തിൽ ഇതാ ഇവിടെ 2 അനുബന്ധ വാക്യം നിങ്ങൾ കണ്ടോ. കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ 100 വർണ്ണങ്ങൾ ഭാഷയുടെ ചിറകിലും എന്ന് പറയാണ്. അപ്പോൾ എഴുത്തച്ഛന്റെ ഈ കിളിപ്പാട്ടിലുള്ള കിളിയാണ്, തത്തയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കിളിപ്പാട്ടിലെ ആ കഥകള് അല്ലെ, ഈ മഹാഭാരത കഥകൾ പറയുമ്പോൾ തത്തയുടെ കണ്ണിൽ ഇങ്ങനെ 100 വർണ്ണങ്ങളാണ്. കാരണം മഹാഭാരതത്തിൽ അടിയുണ്ട്, കുത്തുണ്ട്, ചവിട്ടുണ്ട് അല്ലെ, റൊമാൻസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. അപ്പൊ പല പല വർണ്ണങ്ങൾ, പല പല ജീവിത മുഹൂർത്തങ്ങൾ വരുമ്പോ ഈ കിളിയുടെ കണ്ണിൽ പല പല അല്ലെ, സന്തോഷം, പേടി, ആകാംക്ഷ, കൗതുകം, ഇങ്ങനെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാണ്, കണ്ണിൽ ഇങ്ങനെ വരികയാണ്. ഓക്കെ. അപ്പോ ആ ജീവിത വർണ്ണങ്ങളുടെ തിരമാറ്റം ആരുടെ കണ്ണിൽ വരുന്നു? തത്തയുടെ കണ്ണിൽ വരുന്നു എന്ന് പറയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കാണാത്തതിനെ അല്ലെ, നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ഈ മഹാഭാരത കഥാപാത്രത്തിൽ, നമുക്കറിയില്ല. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാണ്, നമുക്ക് ഈ ഭാഷയിലൂടെ മനോഹരമായ രീതിയിൽ എന്ത് ചെയ്യാണ്, എഴുത്തച്ഛൻ അവതരിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ജീവിതം, മനുഷ്യാനുഭവങ്ങള് അല്ലെ, ഒക്കെ എന്താണ് മഹാഭാരതത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. അത് പല പല കഥകളായിട്ട് നമ്മളുടെ മുമ്പിൽ എത്തിക്കുകയാണ് അല്ലെ. അപ്പൊ അത്തരം കഥകൾ പറയുമ്പോൾ ഭാഷയുടെ വളർച്ചയും എന്ത് ചെയ്യുന്നു, വലുതാവുന്നു അല്ലെ. 100 വർണ്ണങ്ങൾ അല്ലെ, ഭാഷയുടെ ചിറകിലും എന്താണ്, ഭാഷയും എന്താണ്, അത്ര മനോഹരമായിട്ട് വലുതാവുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം എഴുത്തച്ഛന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്കറിയാലോ. ആ പ്രാചീന കവിത്രയത്തിലുള്ള കവിയാണ് അല്ലെ ആശാൻ ഉള്ളൂർ വള്ളത്തോളാണ് ആധുനിക കവിത്രയം. പ്രാചീന കവിത്ര ആരൊക്കെയായിരുന്നു? കുഞ്ചൻ ചെറുശ്ശേരി, എഴുത്തച്ഛൻ അല്ലെ. അപ്പൊ പ്രാചീന കവിത്രയത്തിലുള്ള കവിയാണ്. അപ്പൊ ഭാഷാപിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന നിങ്ങൾക്ക് അറിയാലോ. 30 അക്ഷരമുള്ള വട്ട എഴുത്തിന് പകരം പിന്നീട് 51 അക്ഷരങ്ങളുടെ മലയാള ലിപി പ്രയോഗത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് അല്ലെ. പിന്നെ ഒരുപാട് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അല്ലെ, പദങ്ങൾ കൂടുതൽ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കവിതകളൊക്കെ ആരെ എഴുതിയിട്ടുണ്ട്, എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. അപ്പൊ മഹാഭാരതത്തിലെ ദ്രോണപർവ്വത്തിൽ നിന്നാണ് പാഠഭാഗം എടുത്തിരിക്കുന്നത്. അപ്പൊ സന്ദർഭം ടീച്ചർ ഓൾറെഡി പറഞ്ഞു, യുദ്ധം നടക്കുകയാണ് അല്ലെ. സഹോദരന്മാർ, ധൃതരാഷ്ട്ര മക്കൾ കൗരവരും, പാണ്ഡുവിന്റെ മക്കൾ പാണ്ഡവരും കൂടെ രാജ്യത്തിന് വേണ്ടി, ഹസ്തിനപുരത്തിന് വേണ്ടി ലോകയുദ്ധം അല്ലെ, മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 18 ദിവസമായിട്ടാണ് യുദ്ധം നടക്കുന്നത്. അതില് 11ാമത്തെ ദിവസം ആര് വീഴാണ്? ഭീഷ്മര് വീഴാണ്. അപ്പോൾ ആര് സൈന്യാധിപനാക്കണം? കർണനെ, കൗരവപക്ഷത്തിൽ അടുത്ത സൈന്യാധിപനായിട്ട് കർണനെ മാറ്റണം. അപ്പൊ ദുര്യോധനൻ കർണനോട് പറയാണ്. അപ്പൊ കർണൻ പറഞ്ഞു, അയ്യോ രാജാവേ, അഹങ്കാരം കൊണ്ടൊന്നുമല്ല, വിനയത്തോട് പറയാണ്, ഗുരുനാഥനുണ്ട് അല്ലെ, പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനാണ് ദ്രോണാചാര്യർ, അദ്ദേഹമാണ് അടുത്ത അല്ലെ നായകനാവേണ്ടതെന്ന് പറയാണ്. അതിനുശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ആയിക്കോളാം എന്ന് പറയുന്നതാണ് പാഠസന്ദർഭം. അപ്പൊ ആ കഥ പറയാൻ വേണ്ടി, മഹാഭാരതത്തിൽ നടന്ന ഈ ഒരു സന്ദർഭം അല്ലെ, ഈ ഒരു കഥയെ പറയാൻ വേണ്ടിയിട്ട് ആരോട് പറയാണ്? ഈ തത്തമ്മേനോട് പറയാണ് അല്ലെ. അതിന് തത്തമ്മേനെ അങ്ങ് സുഖിപ്പിച്ച് സോപ്പിടുകയാണ് എഴുത്തച്ഛൻ. എന്തൊക്കെയാ പറയുന്നത്? വർണ്ണക്കിളി പെൺകിടാവേ, എന്റെ സുന്ദരിയായ പഞ്ചവർണ്ണ പൈങ്കിളി തത്തമ്മേ അല്ലെ, തെളിഞ്ഞെഞ്ചവി രണ്ടും കുളിർക്കെ പറക നീ. എന്റെ ചെവിയൊക്കെ ഇങ്ങനെ കുളിർക്കുന്ന രീതിയിൽ നീ പറ. എന്തു പറ? നെഞ്ചം തെളിഞ്ഞ് കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി. ഞാൻ എടുക്ക എന്തൊക്കെ തരാ, എന്ത് തരാന്നാ പറയുന്നത്? നെഞ്ചം തെളിഞ്ഞ് കുറുക്കിയ പാലിൻ്റെ അകത്ത് പഞ്ചസാരപ്പൊടി ഇട്ടിട്ട് അതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കുഴമ്പ് പോലെയാക്കി, അതിനകത്ത് നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ച് അല്ലെ, ആ കുറുകിയ പാലിൻ്റെ അകത്ത് പഞ്ചസാര അല്ലെ, നല്ല ടേസ്റ്റ് ആയി അല്ലെ. അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് അതിനകത്ത് കുറച്ച് കദളിപ്പഴം ഇങ്ങനെ ഞെരടി അല്ലെ, തിരുമ്മി ഉടച്ച് തീർന്നോ? ഇല്ല, അതിനകത്ത് കുറച്ച് തേനും വീഴ്ത്തി എന്ത് ചെയ്യാ, വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടിടാം. അതിനകത്ത് വെല്ലവും ശർക്കരയും തേനും കൂടെ ഇടാം. എന്നിട്ടോ
വെള്ളിത്തളികയിൽ മേളിച്ചു, വെള്ളിത്തളികയിൽ എന്താണ് മേളിച്ച് വെവ്വേറെ വെച്ചിരിക്കുന്നത് എടുത്ത് ഭുജിച്ചാലും അല്ലെ, അതൊക്കെ ഇതാ ആ പാലില് അല്ലെ, നല്ല കുറുകിയ പാലിൻ്റെ അകത്ത് കദളിപ്പഴവും പഞ്ചാരപ്പൊടിയും തേനും ഒക്കെ ഇട്ട് കുഴച്ച് വേണതിന്റെ ശർക്കരവും വെല്ലവും ഒക്കെ ചേർത്ത് എന്താണ് ആ വെള്ളിത്തളികയിൽ വെച്ചിട്ടുണ്ട്. നീ ഇച്ഛ പോലെ ഇഷ്ടം പോലെ എന്താണ് എടുത്ത് ഭുജിച്ചാലും ഈ കഴിച്ചാലും ആരോട് പറയാണ്? തത്തമ്മേനോട് പറയാണ് എഴുത്തച്ഛൻ കേട്ടോ. എന്നിട്ട് ബാക്കി കഥ ഇങ്ങ് പറയണം. ഇവിടെ യുദ്ധം മുറുകി നിൽക്കാണ്. എന്നിട്ട് നീ ബാക്കി കഥ പറഞ്ഞിട്ട് വേണം എനിക്കത് കേൾക്കാൻ പറയാണ് കേട്ടോ. ഇനി ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിന്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവോളോ. ഇനി എനിക്ക് ദാഹം തോന്നുന്നുണ്ടെങ്കിൽ എന്തൊക്കെയുള്ളത്? നീലക്കരിമ്പിന്റെ ചാറ്, കരിമ്പിന്റെ ചാറുണ്ട്, പിന്നെ ഇളനീരുണ്ട്, പാലുണ്ട്, മധു, തേനുണ്ട് കേട്ടോ. അതൊക്കെ ആവോളം കുടിച്ചാലും എന്നാര് പറയാണ്? എഴുത്തച്ഛൻ തന്റെ ശാരിക പൈതലിനോട് അല്ലെ, തന്റെ പഞ്ചവർണ്ണ കിളി തത്തയോട് പറയാണ്. എന്നിട്ട് വേണം തത്തയ്ക്ക് ബാക്കി കഥ പറയാൻ അല്ലേ. അപ്പൊ എന്ത് ചെയ്യാണ്? തത്തേനെ ഇങ്ങനെ സുഖിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ തത്തേനെ സുഖിപ്പിച്ച് അവസാനം എവിടെ എത്തുകയാണ്? എവിടെ എത്തുകയാണ് അല്ലെ? എന്താ പറയുന്നത്? ആ ഭീകരമായിട്ടുള്ള യുദ്ധത്തിന്റെ മുമ്പ് കവി എന്താ ചെയ്യുന്നത് അല്ലെ? യുദ്ധത്തിന്റെ അവസാനം എല്ലാരും മരിക്കുകയാണ്. യുദ്ധത്തിന്റെ അവസാനം ദ്രോണാചാര്യരാണ് അടുത്ത സൈന്യാധിപനാവുന്നത്. ഈ ദ്രോണാചാര്യരെ കള്ളം പറഞ്ഞു കൊല്ലുന്നതിന് വേണ്ടിയിട്ട് കൊന്നതിന് പകരമായിട്ടാണ് അശ്വത്ഥാമാവ് അല്ലെ, ദ്രോണാചാര്യരുടെ മകനാണ് ദ്രൗണി പ്രതികാരം ചെയ്യുന്നുണ്ട്. ആരോട്? പാണ്ഡവരാണ് അവസാനം യുദ്ധത്തിൽ ജയിക്കുന്നെങ്കിലും പാണ്ഡവരെ അടപടലമാരി ഇല്ലാണ്ടാക്കുന്നുണ്ട് ദ്രൗണി അല്ലെ. പാണ്ഡവരുടെ അടുത്ത തലമുറ അല്ലെ, ഗർഭസ്ഥ അവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിനെ വരെ എന്ത് ചെയ്യുന്നു? ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചിട്ടാണ് ദ്രൗണിയുടെ പക കെട്ടടങ്ങുന്നത്. അപ്പൊ രണ്ട് പക്ഷത്തും നാശനഷ്ടങ്ങളായിരുന്നു. അപ്പോൾ ഈ രാജാവായാലും യുദ്ധം ജയിച്ചു കഴിഞ്ഞാലും ആർക്കാണെങ്കിലും യുദ്ധം എന്ന് പറയുന്നത് വിനയാണ്, അല്ലെങ്കിൽ അത് എല്ലാവരെയും ഇല്ലാണ്ടാക്കിയിട്ടാണ് ഒരു യുദ്ധം അവസാനിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളൊരു യുദ്ധത്തിന്റെ തുടങ്ങുന്നതിന് മുമ്പ് എഴുത്തച്ഛൻ പറയുന്നത് ഇത്രയും നല്ല ഭക്ഷണം അല്ലെ, നല്ല പാലും കദളിപ്പഴമൊക്കെ കൂട്ടി സുഖസുന്ദരമായിട്ട് നമുക്ക് ജീവിക്കാം അല്ലെ. അപ്പോൾ ആ പ്രാധാന്യം കൂടി വെറുതെ ഇങ്ങനെ യുദ്ധം ചെയ്തിട്ടില്ലേ, അപ്പൊ ആ ഒരു പ്രാധാന്യം കൂടി മറുവശം കൂടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ വായിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ കഥ പറയാണ്. എന്താ പറയുന്നത്? ഭീഷ്മ സമാന നരി നിവഹത്തിന് ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ എന്നുള്ള പദം ശ്രദ്ധിക്കുക കേട്ടോ. 15-16 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന മലയാള ഭാഷയുടെ രൂപമാണത് കേട്ടോ. തോറ്റ സുയോധനാദികൾ, സുയോധനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുര്യോധനന്റെ മറ്റൊരു പേരാണ് സുയോധനൻ അല്ലെ. സുയോധനാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുയോധനും ആദി മുതലായവർ അല്ലെ, അതായത് കൗരവപക്ഷത്തുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. തോറ്റ സുയോധനാദികളായി ആകിയ 100 പേര് ആരാണ്? 100 പേര് 100 പേരാണ്. 100 പേര് കൗരവരാണ് കേട്ടോ. ആരാണ്? കൗരവരാണ്. നോട്ട് ചെയ്യണേ. കൗരവരാരാണ്? ധൃതരാഷ്ട്ര മക്കളാണ്. അതായത് ഗാന്ധാരിക്ക് അല്ലെ അങ്ങനെ ഒരു വരം ലഭിച്ചിരുന്നു, ഇത്രയും 100 കണക്കിന് മക്കൾ ഉണ്ടാവുന്നുള്ളത്. അങ്ങനെ ജനിച്ചപ്പോൾ ഒരു മാംസപിണ്ഡമായിരുന്നു, പിന്നീട് അത് 100 മക്കളായി മാറുമായിരുന്നു. അതിലൊരു മകളാണ്, ഒരുപാട് കഥയുണ്ട് കേട്ടോ, അടിച്ചൊരു ചുരുക്കി മക്കൾക്ക് മനസ്സിലാൻ പറഞ്ഞേ. അപ്പൊ അതിലൊരു പെൺകുട്ടിയാണ് ദുശ്ശള എന്ന് പറയുന്നത്, ദുര്യോധനാൻ രാജാവ്. അങ്ങനെ 100 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ്. അതാണ് 100 അല്ലെങ്കിൽ 100 പേർ അല്ലെങ്കിൽ കൗരവർ എന്നുള്ള അർത്ഥത്തിലാണ് സൂചിപ്പിച്ചത്. 100 പേരെന്താണ് ചെയ്തത് ചൊല്ലുന്നേ അല്ലെ. അപ്പൊ എന്താ പറയുന്നത്? ഭീഷ്മന്റെ അവസാനത്തിന് ശേഷം അല്ലെ, ഭീഷ്മരുടെ അവസാനത്തിന്, അദ്ദേഹത്തിന്റെ പതനത്തിന് ശേഷം എന്താ സംഭവിച്ചെന്ന് പറയൂ എന്റെ ശാരിക പൈതലെ. ഇനി തേനും പാലും അല്ലെ, മധുവും പിന്നെ കദളിപ്പഴവും ഒക്കെ കുഴച്ച് വെച്ചിട്ടുള്ള പാലും ഒക്കെ തിന്നിട്ടേ നീ ബാക്കി കഥയൊന്ന് പറയൂ എന്ന് എഴുത്തച്ഛൻ ആരോട് പറയാണ്? ഈ പഞ്ചവർണ്ണ പൈങ്കിളിയോട് പറയാണ് അല്ലെ. ഇനി അവരെന്താ ചെയ്തു? ഈ കൗരവർ ഇതിന് ശേഷം എന്ത് ചെയ്തു അല്ലെ? ഇയാള് വീണു, ഇനി ഇപ്പൊ എന്താ ചെയ്യാ കൗരവര് എന്നൊന്ന് പറയൂ എന്ന് പറയാണ്. ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ. എന്താ പറയുന്നത്? എനിക്ക് അങ്ങനെ വിശദമായിട്ട് പറയാനൊന്നും വയ്യ അല്ലെ, ഞാൻ ആകെ ടയേർഡൊക്കെയാണ് അല്ലെ. ചൊല്ലുവാനാവതൊന്നും ഇല്ല എനിക്ക് അല്ലെ, ആ സങ്കട കഥ ചൊല്ലുവാനാവതൊന്നും എനിക്കില്ല. എങ്കിലും കിളി പറയുന്ന മറുപടിയാണ്, ഇവിടുന്ന് അങ്ങോട്ട് പഞ്ചവർണ്ണ കിളി പറയുന്ന തത്ത പറയുന്ന മറുപടിയാണ്. ഓക്കെ. അപ്പൊ എന്താണ്? വീണാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ കഥ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താണ് നമ്മളുടെ 15-16 നൂറ്റാണ്ടിലുണ്ടായിരുന്ന മലയാള ഭാഷയുടെ സൂചനയായിട്ട് നമുക്ക് അതിനെ ആ പദത്തെ നമുക്ക് കാണാം. അപ്പൊ ഇനി ഭീഷ്മര് വീണ കഥ അല്ലെ, ഭീഷ്മ പിതാമഹൻ വീണ കഥയും കൗരവരിനി എന്താ ചെയ്യാന്നൊക്കെ എന്ന് ചൊല്ലൂ എന്ന് കിളിയോട് പറയണം. അപ്പൊ കിളി പറയാണ് അല്ലെ, ആവതില്ലെങ്കിൽ ചൊല്ലുവാനാവതൊന്നും എനിക്കില്ല, എങ്കിലും ഒട്ടൊട്ട് അല്പാൽപമായിട്ട് ഞാൻ പറയാം അല്ലെ. ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ എന്ന് വിചാരിച്ച് ഞാൻ ചുരുക്കി പറയുന്നല്ല, കനക്കയാണ്. ആ കനക്കെ തന്നെ എന്ത് ചെയ്യാം, ഞാൻ അതിന്റെ സത്തയൊന്നും വീണു പോവാതെ അല്ല, അതിന്റെ ആത്മാംശം ഒന്നും ചോർന്നു പോവാതെ, സാരാംശം ഒന്നും ചോർന്നു പോവാതെ ഞാൻ എന്ത് ചെയ്യാം, ഞാനതങ്ങ് ചുരുക്കി പറഞ്ഞു തരാം എന്നാര് പറയാണ്? നമ്മളുടെ
കിളി പറയാണ് കേട്ടോ. കനക്കെ ചുരുക്കി പറയാം. വൻപനാം കർണനോട് ആശു സുയോധനൻ അൻപോട് സേനാപതിയാക നീ എന്നാൻ. അല്ലെ, വൻപനാം ധീരനായ ഭയങ്കരനായിട്ടുള്ള കർണനോട്, അല്ലെ, കർണനോട് സുയോധനൻ അൻപോട്, സുയോധനൻ ദുര്യോധനൻ അൻപോട് സ്നേഹത്തോടെ പറഞ്ഞു, അല്ലെ, സേനാപതിയാക നീ എന്നാൽ ഇനി നീ എന്ത് ചെയ്യൂ, സേനാധിപതിയാകൂ എന്നാര് പറയാണ്, ദുര്യോധനൻ കർണനോട് പറഞ്ഞു എന്ന് പറയാണ്. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. അല്ലെ, കർണൻ എന്ത് ചെയ്തു, മന്ദസ്മിതത്തോടെ ചിരിച്ചോണ്ട് പറഞ്ഞു. എന്തു പറഞ്ഞടാ, കർണസുഖം ഞാൻ പറകയില്ല ആരോടും. കർണസുഖം, അല്ലെ, വെറുതെ ആളുകളുടെ ചെവിനെ ഇങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ആൾക്കാരോട് ഇങ്ങനെ വർത്താനം പറയലൊന്നുമില്ല. അതായത് കാര്യം നേടാൻ വേണ്ടി ആരെയും ഞാൻ എന്ത് ചെയ്യാറില്ല, സുഖിപ്പിക്കാറില്ല. എങ്കിലും ഞാൻ പറയാം, അല്ലെ, അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് കർണന്റെ വ്യക്തിത്വവും ആ ഒരു തലയെടുപ്പൊക്കെയാണ് അവിടെ കാണുന്നത്. ഞാൻ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊന്നും പറയാറില്ല, വസ്തുതകൾ മാത്രമേ കർണം പറയാറുള്ളൂ. അപ്പൊ അതാണ് അവിടെ സൂചിപ്പിച്ചത്. കർണസുഖം ഞാൻ പറകയില്ല ആരോടും, അല്ലെ, ആരെയും കർണം അങ്ങ് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരോടൊന്നും ഞാൻ പറയില്ല. ദ്രോണരാമാചാര്യൻ താൻ ഇരിക്കെ എന്ത് മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നിതു പട. അല്ലെ, ധീരനായ നമ്മളെ, അല്ലെ, കൗരവരെയും പാണ്ഡവരെയും പഠിപ്പിച്ചിട്ടുള്ള ദ്രോണാചാര്യർ ഇങ്ങനെ നമ്മളുടെ പക്ഷത്തുള്ളപ്പോ നമ്മൾ എന്തിനാണ് യുദ്ധം നിർത്തുന്നത്? അല്ലെ, നമ്മളുടെ പക്ഷത്ത് ആരുണ്ട്, ദ്രോണാചാര്യനുണ്ട്. അല്ലെ, അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് എന്താണ്, അല്ലെ, അദ്ദേഹത്തിനെ പോലെ ശ്രേഷ്ഠരായിട്ടുള്ള ഒരാള്, മാനിക്കേണ്ടവർ, നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകളുള്ള സമയത്ത് നമ്മൾ എന്തിനു യുദ്ധം നിർത്തണം, നമ്മൾ എന്തിനു ഭയക്കണം, എന്തിനു വേറൊരാളെ അന്വേഷിക്കണം എന്നാര് പറയാണ്, കർണൻ പറയാണ് കേട്ടോ. മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നിതു പട. മന്നവ, രാജാവേ, ദുര്യോധന കേൾക്ക, അല്ലെ, ഈ കേക്ക്, അല്ലെ, അങ്ങ് കേൾക്കൂ. എന്ത് കേൾക്കൂ? ഭരദ്വാജ നന്ദന നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ. അല്ലെ, എന്താ പറയുന്നത്, ആരെക്കുറിച്ചാ പറയുന്നത്? ഇവിടെ ദ്രോണാചാര്യരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ എന്താ പറയാ, നമ്മളുടെ, അല്ലെ, ദുര്യോധനെ കർണൻ അഭിസംബോധന ചെയ്യാണ്, മന്നവ, രാജാവേ എന്ന് വിളിക്കുകയാണ്. അല്ലെ, എന്നിട്ട് ഭരദ്വാജന്റെ പുത്രനാണ് ആര്, ദ്രോണാചാര്യർ. അല്ലെ, അപ്പൊ അദ്ദേഹമാണ് യോദ്ധാക്കളിൽ ഏറ്റവും പ്രബലനായിട്ടുള്ള ആള്. എല്ലാ യോദ്ധാക്കളെയും ഉണ്ടാക്കിയത്, പഠിപ്പിച്ചിട്ടുള്ളത് ആരാണ്, ദ്രോണാചാര്യർ. ഗുരുനാഥനാണ് ദ്രോണാചാര്യർ. ആ ദ്രോണാചാര്യനെ ദൃഷ്ടദ്യുമ്നനാണ് കൊന്നുകളഞ്ഞത്, കള്ളം പറഞ്ഞു കൊല്ലുന്നത്. അപ്പോ ഈ ഗുരുവിനെ കൊന്ന ദൃഷ്ടദ്യുമ്നനെ പിന്നെ ദ്രോണാചാര്യരുടെ മകൻ ദ്രൗണി എന്താ ചെയ്ത്, ഞെക്കിക്കൊന്നു. അല്ലെ, ഞെക്കിയാണ് പിന്നീട് കൊല്ലുന്നത്. അതൊക്കെ ഇതിനകത്തുള്ള കഥകളാണ്. അപ്പൊ എന്താണ്, കേൾക്ക, ഭരദ്വാജ നന്ദന് നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലൻ. അല്ലെ, ഭരദ്വാജന്റെ മകനായിട്ടുള്ള ദ്രോണാചാര്യരാണ് ഇന്ന് യോദ്ധാക്കളിൽ ഏറ്റവും പ്രബലൻ, ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ്. അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ഒരാള് കൗരവപക്ഷത്തുള്ളപ്പോ നമ്മൾ എന്തിനാ പേടിക്കണത്? അല്ലെ, അടുത്ത സൈന്യാധിപൻ ആരാണ്, നമ്മളുടെ ദ്രോണാചാര്യരാണ് എന്ന് പറയാണ്. എന്നിട്ട് എന്ത് പറയുന്നു, പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, പിന്നെ ഞാൻ, അല്ലെ, ദ്രോണാചാര്യർക്ക് ശേഷം എന്ത് ചെയ്തോളാം, പിന്നെ ഞാൻ ഭരിച്ചോളാം. അല്ലെ, അതിനുശേഷം ഞാൻ ഭരിച്ചോളാം എന്ന് പറയാണ്. മന്നവ, സങ്കടമുണ്ടാകയില്ലേതും മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകം ചെയ്തോ എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യാണ്, ആ രാജാവിനോട്, അല്ലെ, കർണം പറയാണ്, രാജാവെ സങ്കടപ്പെടുകയൊന്നും ചെയ്യരുത്, ഞാൻ എന്ത് ചെയ്തോളാം, സങ്കടപ്പെടുകയും ചെയ്യരുത്, അല്ലെ, ഞാൻ അടുത്ത തവണ എന്ത് ചെയ്തോളാം, രാജാവായിക്കോളാം എന്ന് പറയാ, സൈന്യാധിപനായിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ മാനിയായിട്ടുള്ള സുയോധനൻ, അല്ലെ, കർണന്റെ വാക്കുകൾ, അല്ലെ, മാനിച്ചിട്ടുള്ള സുയോധനൻ എന്ത് ചെയ്യാണ്, ദ്രോണാചാര്യരെ സേനാധിപതിയായിട്ട് അഭിഷേകം ചെയ്യാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ആദ്യത്തെ പാഠഭാഗമുള്ളത്. വളരെ ഈസി ആയിട്ട് ഇപ്പൊ മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇതിലുള്ള ചോദ്യങ്ങളും ഇനി ഏതാണ് പാഠങ്ങൾ വേണ്ടത് എന്നൊക്കെയുള്ളത് മക്കൾ കമന്റ് ചെയ്യണം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതുകൂടെ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അഭിപ്രായം എന്താണ് എന്നൊക്കെയുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ വേണം കേട്ടോ. അടിപൊളി അയച്ചിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.